ശ്രീ ദിലീപ്, ഇപ്പോൾ ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ടൊരു വലിയ പരീക്ഷണം, അതിപ്പോൾ ഷംഷീർ വയലിൽ അതിലൊരു സാരഥ്യം വഹിക്കുക കൂടിയാണല്ലോ. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ മൈക്രോഗ്രാവിറ്റിയിലുള്ള മെറ്റബോളിസം പഠിക്കുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്ലൂക്കോസ് മെറ്റബോളിസം പഠിക്കുക എന്നുള്ളത് അത് ബഹിരാകാശ സഞ്ചാരികളെ സംബന്ധിച്ച് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ്? അത് ഭൂമിയിലുള്ളവർക്ക് വേണ്ടിയുള്ള പഠനം, അങ്ങനെ പ്രത്യേകമായ രീതിയിലാണോ അത് നടത്തുന്നത്? ശ്രീ ദിലീപ്, നിലവിൽ ഈ ഷുഗർ രോഗികൾക്ക് ബഹിരാകാശത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അവർ അത്ര ആളുകളെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ആ പ്രതിസന്ധി പലപ്പോഴും നാസ ഉൾപ്പെടെയുള്ള വലിയ ബഹിരാകാശ ഏജൻസികളെ ബാധിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പറയാറുള്ളത്. ആ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ നടക്കാൻ പോകുന്നത്. പിന്നീട് ഈ ഷുഗർ പോലെയുള്ള രോഗങ്ങൾ വ്യാപകമാകുന്ന അവസ്ഥയിൽ മൈക്രോഗ്രാവിറ്റിയിൽ ഈ മരുന്നുകൾ പരീക്ഷിച്ച് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെയുള്ള സംഗതികൾ അവിടെ വെച്ച് പരീക്ഷിച്ചിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്താനാകുമോ എന്നാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. എന്തായാലും ആരോഗ്യരംഗത്തെ ഒട്ടേറെ പരീക്ഷണങ്ങൾ, മനുഷ്യൻ്റെ മസിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, അങ്ങനെ ഇതിലേറെ പറയുന്ന ശസ്ത്രക്രിയ പോലും സുഗമമായി ഈ സീറോ ഗ്രാവിറ്റി വെച്ച് നടത്താൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് പോലുള്ള ആലോചനയിലാണ് ശാസ്ത്രലോകം. അപ്പോൾ എന്തായാലും എല്ലാ രംഗത്തും, കാർഷിക രംഗമായിക്കോട്ടെ, ആരോഗ്യരംഗമായിക്കോട്ടെ, മരുന്നുൽപ്പാദനം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹിരാകാശത്ത് വെച്ച് നടത്തുക, ബഹിരാകാശത്തെ അന്തരീക്ഷം ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ച്, ബഹിരാകാശത്തെ അന്തരീക്ഷം ഭൂമി വെച്ച് സൃഷ്ടിച്ച് അത് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പോലും നടത്താനുള്ള ശ്രമത്തിലാണ് നാസ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ചൈന സ്പേസ് ഏജൻസി, അതുപോലെ തന്നെ ISR പോലുള്ള ഏജൻസികൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള വരുന്ന കാലങ്ങളിൽ വരുന്ന ഒരു 25 കൊല്ലത്തിലൊരു ഇത്തരം ഒരു വലിയ പരീക്ഷണങ്ങളുടെ ഒരു ബൂസ്റ്റായിരിക്കും നടക്കാൻ പോകുന്നത്. ബഹിരാകാശത്തെ ഉപയോഗിച്ചുകൊണ്ട്, ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ, മാനവരാശിക്ക് വേണ്ടിയുള്ള മാനവരാശിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള കാർഷിക വിഷയങ്ങൾ, ഇതെല്ലാം എങ്ങനെ ഇതുമായി കണക്ട് ചെയ്ത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധന വെറും ഒരു യാത്രയല്ല, മനുഷ്യൻ്റെ ഭാവി നിലനിൽപ്പിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളുടെ ഒരു വലിയ വേദിയായി ബഹിരാകാശം മാറാൻ പോവുകയാണ്. വലിയ പരീക്ഷണശാലകൾ ബഹിരാകാശത്ത് വരാൻ പോവുകയാണ്. ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു 1/4 നൂറ്റാണ്ടായിട്ട് നാസയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിൽക്കുകയാണ്. അതിൻ്റെ കാലാവധി കഴിയാൻ പോവുകയാണ്. അപ്പോൾ നിലവിൽ ആ കാലാവധി കഴിയുമ്പോൾ ഈ കാലാവധി കഴിയുന്ന ബഹിരാകാശ നിലയത്തെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്ന് നശിപ്പിക്കാനുള്ള ഇതിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ പുതിയ ബഹിരാകാശ നിലയങ്ങൾ വരാൻ പോകുന്നു. നിലവിൽ ചൈനയുടെ ബഹിരാകാശ നിലയമാണ് വരാൻ പോകുന്നത് നിലവിലുള്ളത്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ നിലയം, നാസ തന്നെ പുതിയ ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ പോകുന്നു. ജപ്പാൻ ആ രംഗത്തേക്ക് വരാൻ പോകുന്നു. വലിയ പരീക്ഷണശാലകൾ അവിടേക്ക് വരുന്നു. അതുപോലെ തന്നെ സൗരോർജ്ജത്തെ നേരിട്ട് ഭൂമിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ വലിയ പരീക്ഷണങ്ങൾ, ബഹിരാകാശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. ശരി, അതാണ് വലിയ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര. അതിൻ്റെ തുടക്കം കൂടിയാണ് ഇത്. 2 ആഴ്ച ഇവർ അവിടെ തങ്ങും. അവിടെ നടക്കാൻ പോകുന്നത് 60 പരീക്ഷണങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് എന്നുള്ളതാണ്. അതിൻ്റെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ വിദഗ്ധർ നമുക്കൊപ്പം പങ്കുവച്ചത്.